So next topic is angle between two planes. Angle between two planes. Angle between two planes. Okay. നമുക്ക് രണ്ട് പ്ലേൻസ് തരും. R dot n1 is equal to d1. R dot n2 is equal to d2. Okay. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല അല്ല. സ്റ്റാൻഡേർഡ് ഫോർമുല ആകുമ്പോൾ എന്താണ് നമുക്ക് n1 യൂണിറ്റ് വെക്ടർ ആയിരിക്കണം കേട്ടോ. സോ ജസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല അല്ല. R dot n1 is equal to d1. R dot n2 is equal to d2. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലെയിൻസ് തന്നു കഴിഞ്ഞാൽ we have to find the angle between. അതായത് ഇപ്പോൾ ദിസ് ഈസ് എ പ്ലെയിൻ. ഓക്കെ. ഇപ്പോൾ ഈ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? R dot n1 d1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് n1 എന്ന് പറയുന്നത് ദിസ് വിൽ ബി n1 പ്ലെയിൻ നോർമൽ അല്ലേ? ഈ പ്ലെയിൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻ നോർമൽ. ഓക്കെ. വാട്ട് ഈസ് സെക്കൻഡ് പ്ലെയിൻ? ഇപ്പോൾ ഇതാണ് സെക്കൻഡ് പ്ലെയിൻ. Okay, this is first plane and this is second plane. Okay, the second plane and then the equation r dot n2 is equal to d2. That is second plane. This is normal angle. This is n2. Okay, in this direction perpendicular. So here, e angle theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? This is my first plane. This is my second plane. ഈ angle theta ആണ് കണ്ടുപിടിക്കുന്നത്. Okay, same angle തന്നെ ആയിരിക്കില്ലേ? ഞാനിപ്പോൾ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. ദിസ് ആംഗിൾ അല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? തീറ്റ തന്നെയായിരിക്കും, കറസ്പോണ്ടിങ് ആയിരിക്കും അല്ലേ? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ ബിറ്റ്വീൻ ദി നോർമൽസ് അല്ലേ? ഇപ്പോൾ രണ്ട് പ്ലെയിൻസിന് ഇടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെയിം ആംഗിൾ ദാറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ n1 ആൻഡ് n2 അല്ലേ? ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് n1 n2. ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം cos θ is equal to നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ n1 dot n2 by modulus of n1 modulus of n2. Okay, so this is the equation for finding yes the angle between two planes. ഇപ്പോൾ രണ്ട് പ്ലെയിൻസിന് ഇടയിലുള്ള in between ആയിട്ട് ആംഗിൾ എന്ന് പറയുന്നത് it is nothing but the angle made between their normals. അപ്പോൾ അവരെ നോർമൽസ് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ. ഇപ്പോൾ നമുക്ക് യെസ് കാർട്ടീസിയൻ ഫോമിലാണ് തരുന്നതെങ്കിൽ പ്ലെയിൻ ഇക്വേഷൻ തരുന്നതെങ്കിൽ a1x b1y c1z ഈക്വൽ ടു d a2x b2y c2z ഈക്വൽ ടു d2. ഓക്കെ. ജസ്റ്റ് ലൈക്ക് നമ്മുടെ കാർട്ടീസിയൻ ഫോം എന്താ? lx plus my plus nz equal to d. ഇവിടെ n അല്ല, ഇവിടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് തന്നിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ then also we can find cos theta. Cos theta നമുക്ക് കാർട്ടീസിയൻ ഫോമിനോട് നമ്മൾ പഠിച്ചല്ലേ? എന്താ? a1 dot a2 plus b1 dot b2 c1 c2 modulus of a1 square b1 square c1 square into a2 square b2 square c2 square. Okay, and നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ കേട്ടോ. ഓക്കെ. സോ ദിസ് ഈസ് ദി way to find angle between two planes if they are given in Cartesian ഫോമിലാണ് തരുന്നതെങ്കിൽ ഇക്വേഷൻ is a1 a2 b1 b2 c1 c2 by root of. ഓക്കെ. ഇനി നമ്മൾ ഈ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ നേരത്തെ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ രണ്ട് പ്ലെയിൻസ് പ്ലെയിൻ 1 and plane 2 if they are perpendicular 90 degree ആണെങ്കിൽ yes cos 90 will be 0. ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ 0? a1 a2 yes b1 b2 plus c1 c2 എന്താണ്? is 0 if they are perpendicular അല്ലേ? പിന്നെ പ്ലെയിൻ്റെ പാരലൽ ആണെങ്കിൽ രണ്ട് പ്ലെയിൻസ് പാരലൽ ആണെങ്കിൽ നമ്മൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ പറഞ്ഞിരുന്നത് എന്താ? കറസ്പോണ്ടിങ് എക്സ് വൈ സെഡ് കോഎഫിഷ്യൻസ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലേ a1 by a2 is equal to b1 by b2 which is equal to c1 by c2. അതൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ പ്ലെയിൻ്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്. ഓക്കെ. നൗ we can move to our next portion
അതിന് മുന്നേ ക്വസ്റ്റ്യൻ വേണ്ട. വി മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So our next topic is distance of a point from a plane. Distance of a point from a plane. Here also നമുക്കൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ പഠിച്ചാൽ മതി. ശ്രദ്ധിക്കുക. അതായത് this is my x y z axis, x origin y, so z y. Okay, here there is a point P. Okay, and there is a plane here. Okay, ഇവിടെ ഒരു plane ഉണ്ട്, and we are provided with the equation. We are provided with the equation of this plane r dot n is equal to d. Okay, r dot n is equal to d. Where is the എന്ത് ഫോം ആണ് അതിന്റെ? യെസ്, അതിന്റെ നോർമൽ ഫോം ആണ് അല്ലേ? നോർമൽ ഫോം r dot n is equal to d. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇക്വേഷൻ വന്നിട്ടുണ്ടാവും, r dot n is equal to d. ഇങ്ങനെയും തരാം കേട്ടോ. സ്റ്റാൻഡേർഡ് അല്ലാത്ത രീതിയിൽ നോർമൽ യൂണിറ്റ് വെക്ടർ പറഞ്ഞാൽ നോർമൽ യൂണിറ്റ് വെക്ടർ തരുന്നതിന് പകരം നോർമൽ വെക്ടർ തരാം. അങ്ങനെയും ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പ്രശ്നത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്, പ്ലെയിൻ്റെ ഇക്വേഷൻ തരുന്നത്. ഓക്കെ, സോ r dot n is equal to d, that will not be in the standard form. ഓക്കെ, അപ്പോൾ r dot n equal to d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോയിന്റ് അല്ലേ, ഒറിജിൻ നിന്ന് ഈ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന നോർമൽ, ഇതിന്റെ ലെങ്ത് ആണ് d and this vector is n. അപ്പോൾ നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the distance of the point P. അല്ലേ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. This distance ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ്. Okay, and that distance is given by the equation d is equal to ശ്രദ്ധിക്കുക, a dot n minus d by, so this is the equation for finding distance of a point from a plane. Distance of a point from a plane, which is equal to, distance is equal to a dot n minus d by modulus of n. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, a എന്ന് ഉദ്ദേശിക്കുന്നത്, വെക്ടർ a എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ, ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ a, and n എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്ലെയിൻ ഇല്ലേ, നമുക്ക് തരുന്ന പ്ലെയിൻ ഇല്ലേ, ആ പ്ലെയിൻ ഒറിജിൻ നിന്ന് ആ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന നോർമൽ. ഓക്കെ, ഒറിജിൻ നിന്ന് ആ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന നോർമൽ വെക്ടർ. And what is minus d? Minus d means this distance of this normal. Okay, I am taking this d as capital. Okay, d is the distance of the normal. Okay, so this is the equation for finding the distance of a point from a plane. Okay, now we will move to our last topic, that is angle between a line and a plane. Angle between a line and a plane. Angle between line and a plane. Okay, so this is my plane. Okay, and its equation is given by r dot n is equal to d. R dot n is equal to d. അപ്പോൾ നമുക്കത് നോർമൽ ഫോമിലാണ് തന്നിട്ടുള്ളത്. And this is not the standard equation അല്ല, കാരണം എന്താ, this is not unit vector. R dot n is equal to d. And ഈ പ്ലെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, yes, this is the normal vector n. അല്ലേ, ഇതല്ലേ നോർമൽ വെക്ടർ. Okay, now we have to find the angle between a line and a plane. So I am considering a line here. ഇതാണ് എൻ്റെ ലൈൻ n, which is given by r is equal to a plus lambda b1. Okay, r is equal to a plus lambda b1. That is, ഈ ലൈൻ അല്ലേ, ഈ ലൈൻ will pass us through a point with position vector a and is parallel to b1. അല്ലേ, അപ്പോൾ ഇത് ഈ ലൈൻ എന്താണ്? It is parallel to b1 എന്ന് പറയുന്ന, yes, b1 എന്ന് പറയുന്ന വെക്ടർ b1. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, I am taking this angle ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, this angle ആണ് കണ്ടുപിടിക്കേണ്ടത്. I am taking it as phi. Okay, now what will be this angle? ഈ ആംഗിൾ എത്രയായിരിക്കും? യെസ്, നോർമലും പ്ലെയിനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ആണ് അല്ലേ, നോർമലും പ്ലെയിനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 അല്ലേ. Now if
this is theta, if this is theta, what will be this angle? ഈ ആംഗിൾ എത്രയായിരിക്കും? യെസ് ജസ്റ്റ് നോക്കുക, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. ഇത് തീറ്റ ആണെങ്കിൽ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ദിസ് വിൽ ബി 90 മൈനസ് തീറ്റ അല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ കോംപ്ലിമെന്റ് ആംഗിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 5 will be equal to 90 minus theta അല്ലേ? 5 will be equal to 90 minus theta. So in order to find theta, ശ്രദ്ധിക്കാൻ ഞാൻ എന്താ കണ്ടുപിടിക്കുന്നത്? തീറ്റ എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇപ്പൊ തീറ്റ എന്നുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദിസ് ലൈൻ അല്ലേ? ഈ ലൈൻ എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് പാരലൽ ടു B1 അല്ലേ? സോ തീറ്റ ആൻഡ് ഈ ലൈൻ എന്ന് പറയുന്നത് എനിക്ക് ഫ്രീ വെക്ടർ അല്ലേ, ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലേ? അപ്പൊ ഞാൻ ഈ വെക്ടറിനെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് കൊണ്ടുവച്ചു, ഈ ലൈനിന്റെ മുകളിൽ കൊണ്ടുവച്ചു, വിച്ച് ഈസ് B1. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടേഴ്സ്, വെക്ടർ n ഉം വെക്ടർ B1 അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ തീറ്റ എന്താ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ? യെസ് വി നോ cos theta is equal to യെസ് വെക്ടർ n dot വെക്ടർ b by modulus of b modulus of n. This is the equation cos theta to find yes n dot b. Okay, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കുന്ന ആംഗിൾ ഏതാ? We have to find the angle between line and the plane അല്ലേ? ലൈനും പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ phi ആണ് കണ്ടുപിടിക്കേണ്ടത്, which is 90 minus theta. Okay, ഇപ്പൊ ശ്രദ്ധിക്കുക, can I write this cos theta? ഈ cos theta എനിക്ക് sin ടേംസ് എഴുതിക്കൂടെ? ഈ cos theta എനിക്ക് sin ടേംസ് എഴുതിക്കൂടെ? We know that sin 90 minus theta എന്ന് പറയുന്നത് തന്നെയാണ് cos theta അല്ലേ? 90 plus or minus വരുന്ന സമയത്ത് sin will change to cos അല്ലേ? 90 minus theta, this is 90, this is 90 degree അല്ലേ? 90 minus എന്ന് പറയുമ്പോൾ 90നേക്കാൾ ചെറുത്, that will be in the first quadrant അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. സോ cos theta എന്ന് എഴുതുന്നതിന് പകരം we can write sin 90 minus theta. So same equation rewriting as sin 90 minus theta is equal to എന്താ ഇക്വേഷൻ വരിക? yes n dot b by modulus of n modulus of b ആണല്ലോ. ശ്രദ്ധിക്കുക, what is 90 minus theta? 90 minus theta, if this angle is theta അല്ലേ? 90 minus theta എന്ന് പറയുന്നത് എന്താ? is nothing but the angle between line and the plane. ലൈനും പ്ലെയിനും ഇടയിലുള്ള ആംഗിൾ അല്ലേ? phi തന്നെയല്ലേ 90 minus theta. So I can write 90 minus theta എനിക്ക് എന്ത് കൊടുക്കാം? I can write it as phi. Phi is nothing but the angle between line and the plane. Okay, so sin phi के हमने इक्वेशन कितनी, which is nothing but modulus of n dot b by mod n mod b. Okay, so ഇത്രയും തിയറി പോർഷൻസ് ആണ് നമുക്ക് ഈ 3D എന്നുള്ള ചാപ്റ്ററിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നമ്മൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക, പ്രൂഫും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നൗ വി വിൽ ഗോ ടു ഡിസ്കസ് എക്സസൈസ്. ഓക്കെ, നമുക്കിനി പെൻഡിങ് ഉള്ള എക്സസൈസ് എന്ന് പറയുന്നത് ചെയ്യാനുള്ള എക്സസൈസ് 11.3. ഓക്കെ, എക്സസൈസ് 11.3 നമുക്ക് ചെയ്യാം. Okay, so we are going to discuss exercise 11.3. exercise 11.3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so first question, in each of the following cases, എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, നോട്ട് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്, in each of the following cases determine the direction cosines of the normal to the plane and the distance from the origin. ഓക്കെ, നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമുക്ക് ഇതിനകത്ത് യെസ് 4 സെറ്റ് പ്ലെയിൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 2, സെക്കൻഡ് വൺ ഈസ് x plus y plus z is equal to 1, third one is 2x plus 3y minus z is equal to 5, and fourth one is 5y plus 8 is equal to 0. Okay, ഇപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. And we have to find, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find direction cosines of normal. നോർമലിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. അതുപോലെ യെസ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഡിസ്റ്റൻസ് അല്ലേ?
distance from the origin. Distance from the origin. ഇത്രയും കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വി നോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഒരു ലൈനിന്റെ നോർമൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് നോർമൽ ഫോം എന്താണ്? യെസ്, r dot n cap is equal to d. This is the vector equation. And since നമുക്ക് ഇവിടെ ഒക്കെ തന്നതൊക്കെ കാർട്ടീഷ്യൻ ആയതുകൊണ്ട് we can go for Cartesian equation, that is lx plus my plus nz which is equal to 1. Sorry, which is equal to d. Okay, അപ്പോൾ ഇതാണ് എന്ത്, എൻ്റെ Cartesian equation of a plane in normal form, where ഈ L M N എന്ന് പറയുന്നത് എന്താണ്? They are direction cosines അല്ലേ. ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ, LMN അല്ലേ, ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ആൻഡ് D എന്ന് പറയുന്ന ആളാണ് ഇത് is the distance from the origin. D എന്ന് പറയുന്ന ആളാണ് the distance from the origin. So first question എടുക്കുന്ന സമയത്ത് z equal to 2 അല്ലേ, അതായത് വേറെ കമ്പോണൻസ് ഒന്നുമില്ല. that is x component is 0, y component is 0, z component is yes വെറും z means 1 അല്ലേ, which is equal to 2. അപ്പോൾ തന്നിരിക്കുന്ന ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കുള്ള x y z ന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് 0 0 and 1 അല്ലേ. 0 0 and 1. ഇവിടെ നോക്കിയേ, x ന്റെ കോഎഫിഷ്യന്റ് is 0, y ന്റെ കോഎഫിഷ്യന്റ് is 0, z ന്റെ കോഎഫിഷ്യന്റ് is 1. okay, so these are the direction ratios. okay, so direction ratios എന്ന് പറയുന്നത് any numbers that are proportional to direction cosines are can be treated as direction ratios. okay, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുക. that is check whether this 0 0 and here 1 ഉണ്ട് അല്ലേ. check whether they are the direction cosines ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ഡയറക്ഷൻ cosines ആണെന്ന് ചെക്ക് ചെയ്യുക? we know the equation l square plus m square plus l square എന്താണ് 1 ആണ് അല്ലേ. അപ്പോൾ ഈ 0 0 1 ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 0 square is 0, 0 square is 0, 1 square is 1 which is equal to 1 അല്ലേ. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. സോ വി ക്യാൻ നമുക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് l എന്ന് പറയുന്നത് കേട്ടോ, lx, x ന്റെ കോഎഫിഷ്യന്റ് ആണ് l, ദാറ്റ് ഈസ് cos alpha. അത് എത്രയാണ്? which is 0, m is 0, n is 0 and the distance എത്രയാണ്? നമുക്ക് ഇവിടെ distance is 2. okay, so this is how നമ്മൾ എങ്ങനെ ഒരു ലൈനിന്റെ നോർമൽ ഫോമിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നൗ വി വിൽ മൂവ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, x plus y plus z is equal to 1. okay, here നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? lx plus my plus nz is equal to 1, where l m n are the direction cosines. okay, ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ഏതൊക്കെ ഡയറക്ഷൻ റേഷ്യോസ് ഏതൊക്കെയാണ്? ഡയറക്ഷൻ റേഷ്യോസ് ഈസ് റെസ്പെക്ട് ടു ദി x y z ന്റെ കോഎഫിഷ്യന്റ് 1 1 1 അല്ലേ. വാട്ട് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര കിട്ടാൻ? നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര കിട്ടാ? 3 ആണ് വരുന്നത് അല്ലേ. l സ്ക്വയർ പ്ലസ് m സ്ക്വയർ പ്ലസ് n സ്ക്വയർ എത്ര കിട്ടണം? നമുക്ക് 1 കിട്ടണം if it is direction cosines അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 1 1 1 അല്ലേ, നമ്മുടെ ഇക്വേഷനകത്തുള്ള ഡയറക്ഷൻ റേഷ്യോസ് ആണ്. they are not direction cosines. ഇത് എന്തല്ല? ഡയറക്ഷൻ കൊസൈൻസ് അല്ല. so this equation is not in the standard form. സ്റ്റാൻഡേർഡ് ഫോമിനകത്തല്ല. സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? lx plus my plus nz is equal to d. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഈ l m n അല്ലേ, x y z ന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കണം. സോ we have direction ratios here. ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, a b c. we have to find direction cosines. എങ്ങനെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക? ഇപ്പോൾ 3 പോയിന്റ്സ് ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി cos alpha? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, a/√a² plus b² plus c² അല്ലേ. വാട്ട് വിൽ ബി cos beta?
cos beta will be equal to b by root of a square plus b square plus c square അല്ലേ and cos gamma will be equal to c by root of a square plus b square plus c square. Okay, so cos alpha L will be given as എന്താ വരിക a എന്ന് പറയുന്നത് 1 ആണ് അല്ലേ root of 1 square plus 1 square plus 1 square will be 3. What will be m? M will be also 1 by root 3 and n will be also 1 by root 3. Okay, okay. ഇപ്പോൾ ശ്രദ്ധിക്കുക ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് കിട്ടി അല്ലേ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് x plus y plus z which is equal to 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനല്ല ദിസ് ഇസ് നോട്ട് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഈ ഇക്വേഷൻ എന്തിനല്ല ഇറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാവാനുള്ള കണ്ടീഷൻ എന്താ യെസ് ഇതിന്റെ കോഎഫിഷ്യന്റുകൾ അല്ലേ എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും കോഎഫിഷ്യന്റ് എന്ത് വരണം ഡയറക്ഷൻ കൊസൈൻസ് വരണം അല്ലേ. ഡയറക്ഷൻ കൊസൈൻസ് ആരാ 1 by root 3 1 by root 3 1 by root 3. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഐ എം ഡിവൈഡിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് √3. ഇവിടെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ വാട്ട് വിൽ ഗെറ്റ് യെസ് എന്താ നമുക്ക് കിട്ടുക ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുക x by √3 y by √3 z by √3 which will be equal to 1 by √3. ഇപ്പോൾ ചെക്ക് ചെയ്തോക്കെ എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും കോഎഫിഷ്യന്റ് ഈസ് 1 by √3 1 by √3 1 by √3 which is the direction cosines. Okay, direction cosines കിട്ടിയോ. Now what will be the distance? Distance എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളാണ് അല്ലേ. What is that? It is 1 by √3. Okay, so ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. Now one more question we will do. This നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യാം. നമുക്ക് അവിടെ അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. What is that equation? 2x plus 3y minus z is equal to 5. Okay, ഇപ്പോൾ ഇവിടെ ഡയറക്ഷൻ സോറി as compared to our standard equation lx plus my plus nz equal to d കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക whether they are direction ratios or direction cosines. അതായത് നമ്മുടെ ഇവിടെ നമ്പർ ഏതൊക്കെയാണ് ഡയറക്ഷൻ റേഷ്യോസ് ഏതൊക്കെയാണ് 2 3 and -1 അല്ലേ. ഇത് ഈ മൂന്ന് ആൾക്കാർ അല്ലേ ഈ മൂന്ന് ആൾക്കാർ ഡയറക്ഷൻ കൊസൈൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യുക വി നോ ദാറ്റ് ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ l² plus m² plus n² എന്ത് കിട്ടും 1 കിട്ടും അല്ലേ. അതാണ് ഇവിടെ നോക്കി 2² plus 3 square 3² plus -1² എന്ന് വരും 4 9 1 you get എത്ര കിട്ടുന്നത് 14 ആണ് വരുന്നത് അല്ലേ. സോ these are not എന്തല്ല ഡയറക്ഷൻ കൊസൈൻസ് അല്ല. These are not direction cosines. Instead they are direction ratios only. ഇപ്പോൾ ഇതെന്താണ് ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ടുള്ളൂ അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് ഡയറക്ഷൻ റേഷ്യോസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡയറക്ഷൻ കൊസൈൻസ്. എന്താ ഡയറക്ഷൻ കൊസൈൻസ് വരിക യെസ് ദിസ് ഈസ് എ ബി സി അല്ലേ 2 by root of a square plus b square plus c square. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തില്ലേ that is 2 by root of 14 3 by root of 14 minus 1 by root of 14. These are the direction cosines. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ തന്നിരിക്കുന്ന ഇക്വേഷൻ ഈസ് 2x plus 3y minus z is equal to 5. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. And we know 2 3 minus 1 they are not direction cosines. ഏതൊക്കെ ഡയറക്ഷൻ കൊസൈൻസ് 2 by root 14 അല്ലേ. എല്ലാത്തിനും താഴെ √14 വരുമ്പോഴാണ് ഡയറക്ഷൻ കൊസൈൻസ്. സോ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കാൻ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കാൻ we have to divide this equation with the √14. √14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. Now I am dividing this equation with √14. √14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ what will get split ചെയ്യുമ്പോൾ 2 by √14x plus 3 by √14y minus z by √14 which will be equal to 5 by √14 അല്ലേ. ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് യെസ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് യെസ് വാട്ട് ഈസ് എന്താണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് വരിക ഡയറക്ഷൻ കൊസൈൻസ് ആർ 2 by √14 3 by √14 and minus 1 by √14. And what is the distance? Distance is nothing but 5 by √14. Okay, so this question നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. So moving on to the next question. Find the vector equation. Find the second question ആണ്.
find the vector equation of the plane. നമുക്ക് വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് of the plane which is at a distance of 7 units, which is at a distance of 7 units from the origin. Okay, അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, that is 7. Okay, and normal to the vector 3i plus 5j minus 6k. Okay, രണ്ട് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ? നമുക്ക് ഒറിജിനിൽ നിന്ന് ആ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, which is 7 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആൻഡ് എ നോർമൽ ഒറിജിനിൽ നിന്ന് ആ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന നോർമൽ തന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഏത് കണ്ടീഷൻ എടുക്കണ്ടേ? ദിസ് ബിലോങ്സ് ടു അവർ ഫസ്റ്റ് കണ്ടീഷൻ, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ whose perpendicular distance as well as the unit vector അല്ലേ നോർമൽ വെക്ടർ is given അല്ലേ. ഇപ്പൊ എന്താ ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വെക്ടർ r dot n cap is equal to d. സോ ഹിയർ നമുക്ക് എന്താ വേണ്ടത്? n cap ആണ് വേണ്ടത് അല്ലേ. നമുക്ക് ഇവിടെ വെക്ടർ n തന്നിട്ടുള്ളൂ, 3i plus 5j minus 6k. What will be n cap? Yes, vector n by magnitude of n അല്ലേ. That is 3i plus 5j minus 6k. Magnitude of n എങ്ങനെ കണ്ടുപിടിക്കുക? root of 3 square 9, 5 square 25, 6 square 36 അല്ലേ. എത്ര വരും? 36 9 45 അല്ലേ. 45 5 9 70 root 70 വരും. root 70 denominator will be root 70. So this vector equation can be written as r dot n cap. n cap ആരാ? this vector അല്ലേ. That is 3 by root 70 I അല്ലേ. ഇത് 70 നമുക്ക് കിട്ടുക 70 കേട്ടോ. ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് 5 by root 70j minus 6 by root 70k is equal to d. d എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, that is 7. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കാർട്ടീസിയൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഓക്കെ, നമ്മൾ കാർട്ടീസിയൻ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ഗിവൺ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് അതിന്റെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി കാർട്ടീസിയൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ r ഡോട്ട് i പ്ലസ് j മൈനസ് k is equal to 2. Okay, r dot I plus j minus k is equal to 2. We have to find the Cartesian equation. Okay, for Cartesian equation എഴുതാൻ you just want to ഈ r ഉണ്ടല്ലോ, നമ്മുടെ കാർട്ടീസിയൻ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? നമ്മൾ ഏതൊരു കണ്ടീഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ. വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഈ r അല്ലേ ജനറൽ വെക്റ്റർ that is position vector of a general point അല്ലേ. ഈ r നമ്മൾ xi plus yj plus zk കൊടുത്തു, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാർട്ടീസിയൻ ഇക്വേഷൻ കണ്ടുപിടിച്ചല്ലേ. അതുപോലെ തന്നെ എവിടെയും ചെയ്യാം. ഇവിടെ r എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുത്തു? xi plus yj plus zk എന്ന് കൊടുത്തു. This is my position vector of a general point. Yes, ij minus k which is equal to 2. Okay, now ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് അല്ലേ. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക? കറസ്പോണ്ടിങ് i j k കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഹിയർ ഇറ്റ് ഈസ് x, ഹിയർ ഇറ്റ് ഈസ് 1 അല്ലേ. so x into 1 is x. Okay, now plus here coefficient is y, here coefficient is 1, so y, and here is z, here is minus 1, so minus z, which is equal to 2. Okay, so this is the Cartesian equation of the plane. Okay, so no need to ഇതിനെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണമെന്നില്ല കേട്ടോ. കാർട്ടീസിയൻ ഇക്വേഷൻ ഇവിടെ വരെ ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ഈ തേർഡ് ക്വസ്റ്റ്യനകത്ത് രണ്ട് സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതും ഇതേപോലെ തന്നെ സിമിലർ മെത്തേഡ് തന്നെയാണ്. യു ജസ്റ്റ് വാണ്ട് ടു റീപ്ലേസ് ഈ വെക്റ്റർ r നിങ്ങൾ മാറ്റാൻ xi plus yj plus zk ലേക്ക് മാറ്റാൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ദി ഫോളോയിങ് കേസസ് ഫൈൻഡ് ദി
ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് ശ്രദ്ധിക്കുക, എക്സസൈസ് 11.3 ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കയ്യിൽ വരണേ. 11.3 നാലാമത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, in the following cases find the coordinates of foot of the perpendicular perpendicular drawn from origin to the plane 2x plus 3y plus 4z 2x plus 3y plus 4z minus 12 is equal to 0. 2x plus 3y minus 4z 2x plus 3y plus 4z minus 12 is equal to 0. Okay, so നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find foot of the perpendicular ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് അപ്രോച്ച് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹിയർ ദിസ് ഈസ് മൈ ഒറിജിൻ x y z ആക്സിസ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, ആൻഡ് ദിസ് ഈസ് മൈ പ്ലെയിൻ. ഇതാണ് എൻ്റെ പ്ലെയിൻ. ഇത് 2x plus 3y plus 4z minus 12 equal to 0. ഈ പ്ലെയിൻ ആണിത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എന്താ ചെയ്യേണ്ടത്? there is a perpendicular അല്ലേ, perpendicular drawn from origin. ഓക്കെ, അതായത് ഇവിടെ ഒറിജിനിൽ നിന്ന് ഈ പെർപെൻഡിക്കുലറിലേക്ക് ഒറിജിനിൽ നിന്ന് ഈ പ്ലെയിനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട് അല്ലേ. സോ ഇഫ് ദിസ് എൻ്റെ കൈയാണ് ഈ പ്ലെയിൻ എങ്കിൽ ഈ നോർമല് ഇവിടെ തട്ടി ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ലേ. അതായത് എവിടെയാണോ ഈ പെർപെൻഡിക്കുലർ ഈ പ്ലെയിൻ മീറ്റ് ചെയ്യുന്നത്, ഓക്കെ, എവിടെയാണോ ഏത് പോയിന്റിലാണോ ഈ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് x1 y1 z1 ആണ് എനിക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് മൈ xyz പ്ലെയിൻ. നിങ്ങൾക്കൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2x plus 3y plus 4z minus 12 equal to 0. that is this plane. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, ആൻഡ് ദാറ്റ് പെർപെൻഡിക്കുലർ ഈ പ്ലെയിനിൽ കടന്നിട്ട് പോവാണ്. ഓക്കെ, ആ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, എവിടെയാണോ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിനാണ് നമ്മൾ വിളിക്കുക ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് x1 y1 z1. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ x1 y1 z1 എന്ന് പറയുന്ന ഈ പോയിന്റ് P എന്താ പ്രത്യേകത? ഈ പോയിന്റ് ഈ പെർപെൻഡിക്കുലറിന്റെ ഭാഗമാണ്, അതേസമയം ഈ പ്ലെയിനിന്റെ സർഫസിലുള്ള പോയിന്റുമാണ് അല്ലേ. ഈ പോയിന്റില്ലേ, ഈ പോയിന്റ് ഈ പെർപെൻഡിക്കുലറിലുണ്ട്, അതേസമയം എവിടെയുണ്ട്? ഈ പ്ലെയിനിലുണ്ട്. ദാറ്റ് ഈസ് x1 y1 z1 ഈ ലൈനിന്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ പ്ലെയിൻ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ സാറ്റിസ്ഫൈ. ഓക്കെ, നൗ we will go to solve this. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? This is 2x plus 3y minus 4z plus 4z അല്ലേ, minus 12 അല്ലേ. ഞാൻ അവിടെ എടുത്താൽ വരും +2. ഓക്കെ, so we know the standard equation of a plane in normal form എന്താണ്? lx plus my plus nz is equal to d അല്ലേ. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആള് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലാണോ? സ്റ്റാൻഡേർഡ് ഇക്വേഷനിലാവാനുള്ള കണ്ടീഷൻ എന്താ? x y z ന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് ഈ 2 3 and 4 there should be എന്തായിരിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കണം അല്ലേ. ഇത് ഡയറക്ഷൻ കൊസൈൻസ് ആണോ? ഡയറക്ഷൻ കൊസൈൻസ് ആണുള്ള കണ്ടീഷൻ എന്താ? l² plus m² plus n² is equal to 1 ആണ്. ഇതിനൊക്കെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. നോ, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 2 3 4 എന്ന് പറയുന്നത് എന്താണ്? they are only direction ratios only അല്ലേ. അപ്പോൾ 2 3 4 are the direction ratios. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ we can find the direction cosines അല്ലേ. എന്താ ഡയറക്ഷൻ cosines വരെ? 2 by root of 2 square 3 square 4 square അല്ലേ. 2 into square 4
3 into square 9, 4 into square 16. 4 plus 9, 13. 13 plus 16 we get root 29. Okay. Now, yes, this is cos alpha L. What will be m? M will be 3 by root 29 and n will be 4 by root 29. Okay. ഇത്രയാണ് കണ്ടീഷൻസ് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. ആ ഈ പ്ലെയിൻ ഇക്വേഷൻ എഴുതി ഞാൻ ആ പ്ലെയിൻ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. സോ ടു റൈറ്റ് ദിസ് പ്ലെയിൻസ് ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം അല്ലേ, നമുക്ക് ഏതൊരു ഫാക്ടർ കുറവാണ്? യെസ്, റൂട്ട് 29 കൊണ്ട് ഈ ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ പോരെ. ഈ ഇക്വേഷനെ റൂട്ട് 29 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇവിടെ നോക്കിയേ, 2x plus 3y plus 4z which is equal to 12 അല്ലേ. ഇതായിരുന്നു എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനെ ത്രൂ ഔട്ട് റൂട്ട് 29 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എന്ത് വരും? 2 by root 29x plus 3 by root 29y 4 by root 29z which is equal to 12 by root 29. Okay, so please note it down. ഇതുവരെ ചെയ്യാം, കാരണം എനിക്ക് കുറച്ച് ഭാഗം വായിക്കണം. സോ പ്ലീസ് പോസ് ദ വീഡിയോ ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഐ ആം ഗോയിങ് ടു റബ് സം പോർഷൻ. Okay, so ശ്രദ്ധിക്കാം. So this is our standard equation. അല്ലേ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മീൻസ് ഈ എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും കോഎഫിഷ്യന്റ്, ദിസ് ഈസ് cos alpha, cos beta, cos gamma. This is L, M, N. അല്ലേ. Okay, so L we get as 2 by root 29. L, M, N നമുക്ക് കിട്ടി 2 by root 29, 3 by root 29, 4 by root 29. Okay, so these are the direction cosines. Okay, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഡയറക്ഷൻ cosines ഓഫ് ആരുടെയാണ്? യെസ്, ഈ വെക്ടർ അല്ലേ, ഈ നോർമൽ വെക്ടറിന്റെ ഡയറക്ഷൻ cosines ആണ് ഇത്. ഓക്കെ, നൗ ശ്രദ്ധിക്കുക, we have this point x1 y1 z1 അല്ലേ. ഈ x1 y1 z1 എന്ന് പറയുന്ന ആള് ഈ ലൈനിലുള്ള പോയിന്റ് അല്ലേ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡയറക്ഷൻ റേഷ്യോ എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്താ റീസൺ? യെസ്, ദിസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദിസ്. കാരണം എന്താ, ഈ ലൈനിലുള്ള പോയിന്റ് ആണ് അല്ലേ. ഇപ്പൊ ഈ പോയിന്റ് ഈ ലൈനിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത് ഡയറക്ഷൻ റേഷ്യോസ് ആണ് എങ്കിൽ എന്താ പ്രത്യേകത? ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ദേ വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ വിത്ത് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ റേഷ്യോസിന്റെ ഡെഫിനിഷൻ അതന്നെയല്ലേ. എന്താ ഡയറക്ഷൻ റേഷ്യോസ്? സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ പ്രൊപ്പോർഷണൽ ടു ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ. ഇപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് ഇതാണ് അല്ലേ. സോ x1 by 2 by root 29 എന്ന് പറയുന്നത് they will have some constant k which will be equal to എന്തായിരിക്കും? y1 by 3 by root 29 which will be equal to z1 by 4 by root 29 that is equal to k അല്ലേ. അതായത് ഇവർ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? that will be same, that will be equal. Okay, from this we can deduce, ഇവിടെ നോക്കിയേ, x1 by 2 x1 by 2 by root 29 അല്ലേ, which is equal to k എന്നല്ലേ. so I can find x1 എനിക്ക് ഇവിടെ നിന്ന് കിട്ടില്ലേ. x1 എത്ര വരും? x1 will be k into 2 by root 29. xn will be k into 2 by root 29. similarly നമുക്ക് ആരെ കണ്ടുപിടിക്കാം? yes, y1 കിട്ടും, y1 ഇവിടെ കിട്ടും, that is y1 will be k into 2 by root 29 and z1 will be z1 will be 2k by root 29. Okay, now we get 3 points x1 y1 z1 എന്നുള്ള 3 points നമുക്ക് കിട്ടി അല്ലേ. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് x1 y1 z1? x1 is ശ്രദ്ധിക്കുക, x1 y1 z1 3 points നമുക്ക് എന്തൊക്കെ കിട്ടി? yes, 2k by root 29, yes, 2k by root 29, 2k by root 29.
Okay, now we have to find, sorry, ഇവിടെ എന്താണ് 3k ആണ് അല്ലേ, 3k and here it is 4k, 3k and here it is 4k. So നമുക്ക് x1 y1 z1 എന്ത് കിട്ടി, 2/√29k, 3/√29k, 4/√29k അല്ലേ, എല്ലാത്തിന്റെയും എന്ത് വന്നു, k വന്നു. So this value കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we can എന്താണ് ആ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we can find the x1 y1 z1. Okay, now ശ്രദ്ധിക്കുക, this x1 y1 z1 എന്നുള്ള പോയിന്റ് എന്താണ് ശരിക്കും പോയിന്റ്, ഇറ്റ് ഈസ് ദി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ലേ, ഒറിജിനിൽ നിന്ന് ആ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എവിടെയാണോ പ്ലെയിൻ കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് x1 y1 z1. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ x1 y1 z1 എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനിനും ബാധകമാണ് as per ഏത് പ്ലെയിനിലും ബാധകമാണ് അല്ലേ. സോ ദിസ് പോയിന്റ് ഈ പ്ലെയിനിന്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ ഞാൻ ഈ പോയിന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വാട്ട് ഈസ് പ്ലെയിനിന്റെ ഇക്വേഷൻ, 2/√29x plus 3/√29y plus 4/√29z which is equal to 12/√29. ഓക്കെ, ഇതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് ഐ വിൽ ഗെറ്റ് ഇസ്, ശ്രദ്ധിക്കുക, x1 y1 z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2/√29 into what is x, that is 2k/√29. Okay, plus 3/√29 into, yes, y will be 3k/√29, and here 4/√29 into 4k/√29 which is equal to 12/√29. Is all clear? Yes, 2 into 2 will be 4k/29, root 29. Here 9k/29, here 16k/29 which is equal to 12/√29. Okay, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 29 ആണ്. So taking it as common denominator 29, 4k plus 9k 13k plus 16k will be 29k, that is equal to 12/√29. 29 can say that I get the k value as 12/√29 എന്ന് കിട്ടും k യുടെ വാല്യൂ അല്ലേ. k value I get as 12/√29. അപ്പോൾ k value ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ I will get x1 y1 z1 അല്ലേ. what is x1 y1 z1, x1 y1 z1 എന്താ, yes, x1 എന്ന് പറയുന്നത് 2k/√29 അല്ലേ. അപ്പോൾ k value ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2 into 12 √29 √29 into √29 അല്ലേ, അതല്ലേ വരിക, ഇവിടെ നോക്കി, യെസ്, x value 2k, k 2/√29 into k is 12/√29, √29 ആയി. അപ്പോൾ what we get 24/29. okay, what will be 3k/√29, k value നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 3 into 12 is 36/29, and what is 4k/√29, ആ k value നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ we get as 48/29. so this is the x1 y1 z1 ന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യു ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒറിജിനിൽ നിന്ന് ഈ പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ പ്ലെയിനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x1 y1 z1 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ അത് ആദ്യം ചെയ്തത് എന്തായിരുന്നു, ഐ ജസ്റ്റ് കൺവേർട്ടഡ്, നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ ഇക്വേഷൻ അങ്ങോട്ട് മാറ്റി സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റി, lx plus my plus nz is equal to d, സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റി, അതായത് ഡയറക്ഷൻ കൊസൈൻസ് വരുന്ന ഇക്വേഷൻസിലേക്ക് മാറ്റി. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഈ x1 y1 z1 എന്ന് പറയുന്നത്, യെസ്, ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദിസ് ലൈൻ, ഈ ലൈനിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻ ആണ് എന്ത്, l m n അല്ലേ. അപ്പോൾ ഈ ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് l m n n. സിൻസ് ഈ ലൈനിലൂടെ കടന്നു പോകുന്ന പോയിന്റ് ആണ് x1 y1 z1, x1 y1 z1. സോ ഇയാളെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ദേ ആർ ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, കാരണം എന്താ, ഇത് ഈ ലൈനെ സാറ്റിസ്ഫൈ ചെയ്യും, ഇതുപോലെ ഈ പ്ലെയിനെ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ റേഷ്യോസ് എടുക്കാം. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, x1/l x1/m z1/n is equal to k എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് ഇവിടെ k യുടെ വാല്യൂയിലേക്ക് വന്നു. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി വാല്യൂ ഓഫ് k
അല്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, ദാറ്റ് ഈസ് x1 y1 z1 കെയുടെ ടേംസിലാണ് കിട്ടിയത്. അപ്പൊ ഈ കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദി ആൻസർ അല്ലേ? സിൻസ് ഈ x1 y1 z1 എന്നുള്ള പോയിന്റ് ഈ പ്ലെയിനിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? പ്ലെയിനകത്തുള്ള പോയിന്റ് ആണ്. ഓക്കെ, സോ ഈ പോയിന്റ് നമ്മൾ പ്ലെയിനിന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ. അപ്പോൾ ഞാൻ x y z ന് പകരം ദിസ് പോയിന്റ് ഞാൻ പുട്ട് ചെയ്തു and I find the value k as 12/√29. Okay, now again 12/√29 k value കിട്ടി, again x1 y1 z1 ന്റെ വാല്യൂ ഞാൻ കണ്ടു. ഓക്കെ, സോ ഈ ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് this is fourth question അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് കുറച്ച് ന്യൂമറിക്കൽസ് കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആൻഡ് ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ ചെറിയ ഫിഗേഴ്സ് വരുന്നതാണ്. സോ ദാറ്റ് യു ക്യാൻ ഡു ബൈ സെൽഫ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. സെയിം പ്രൊസീജിയർ, വേറൊരു മാറ്റങ്ങളും ഇല്ല, സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ വി വിൽ മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് ബാക്കി വരുന്ന 3 ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. സോ വിൽ മൂവ് ടു അവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Find the vector and a Cartesian equation. Find the vector and a Cartesian equation of the plane that passes through the point 1, 0, minus 2. 1, 0, minus 2. And normal to the plane is I, J, minus K. It's simple ആയിരുന്നു അല്ലേ? But ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. ആൻഡ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ദ പ്ലെയിൻ പാസസ് ത്രൂ എ പോയിന്റ്. പ്ലെയിൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരാളെ കൂടി തന്നു. എന്താ? ആ പ്ലെയിനെ നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്ന, പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അവർ സെക്കൻഡ് കണ്ടീഷൻ ആയിരുന്നു അല്ലേ? ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് perpendicular to a given vector. രണ്ടാമത്തെ കണ്ടീഷൻ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം we know how to write the equation of the plane, that is nothing but r minus a dot n is equal to 0. ഇതായിരുന്നു എന്തിന്റെ വെക്റ്റർ ഇക്വേഷൻ. അപ്പോൾ ആ വെക്റ്റർ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാലോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദിസ് a means a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് പോയിന്റ് അല്ലേ? ഈ പോയിന്റ് 1, 0, minus 2 ആണ്. ഈ പൊസിഷൻ വെക്ടർ വിൽ ബി I, j component 0 ആണ്, so no need to write it. K component is I minus 2k. Okay, what is vector n? Vector n നമുക്ക് തന്നിട്ടുണ്ട് I plus j minus k അല്ലേ? So substituting here, what will get? r minus a r minus a ചെയ്യൂ. yes, r minus a അല്ലേ? r minus what is vector a? Vector a is I minus 2k, which is dot n is I plus j minus k is equal to 0. This is the vector equation. Vector equation ആണ് നിങ്ങൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം കേട്ടോ. മീൻസ് ഫർദർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണ്ട. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ r minus a dot n is equal to 0. ഓക്കെ, നൗ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് ഇങ്ങനെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, r minus a. Now we have to find Cartesian equation. Cartesian equation കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, ഈ r ന് എന്ത് കൊടുക്കുക? xi plus yj plus zk എന്ന് കൊടുക്കുക അല്ലേ? xi plus yj plus zk മൈനസ് എൻ്റെ വെക്ടർ I minus 2k dot I plus j minus k. Okay, equal to 0. Okay, ഇവിടെ ശ്രദ്ധിക്കാം. What will be this? എന്താ വരിക? ഇവിടെ xi ആണ്, ഇവിടെ minus i അല്ലേ? So we get x minus 1i. yes, ഇവിടെ yj component ഇല്ല, j component ഇല്ല അല്ലേ? So plus yj. Here it is zk, here it is minus of minus 2k അല്ലേ? That is z plus 2k
dot I plus j minus k is equal to 0. Okay, now finally ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഒരു വെക്ടർ കിട്ടി, ഇവിടെ ഒരു വെക്ടർ കിട്ടി അല്ലേ. ഹിയർ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണ്ട അല്ലേ. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം? കറസ്പോണ്ടിങ് ij k കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ x minus 1, here 1, so x minus 1 into 1 is x minus 1. Here ഇവിടെ y ആണ്, ഇവിടെ 1 ആണ് അല്ലേ. So y into 1 is y. Here z plus 2, here is minus 1. So we get minus z plus 2 which is equal to 0. ഒന്നുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ we get x minus 1 plus y minus z minus 2 is equal to 0. What is minus 1 minus 2? It is minus 3 അല്ലേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത്? plus 3. So x plus y minus z is equal to 3. So this is the required Cartesian equation. Okay, Cartesian equation കിട്ടുന്നത് ക്ലിയർ ആണോ? x plus y minus z equal to 3. Only you have to do വെക്ടർ ഇക്വേഷൻ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാർട്ടീഷ്യൻ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ യെസ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ കാർട്ടീഷ്യൻ ഇക്വേഷനും ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യും. നമുക്കൊരു ഫ്രെയിംഡ് ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ ചെയ്തത്? ഈ ആർ എന്നതിന് പകരം കൊടുക്കുക xi plus yj plus zk. ബാക്കി വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ ഇവിടെ ഡിഫറൻസ് ആണ് അല്ലേ. വെക്ടർ സബ്സ്ട്രാക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് വാസ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനകത്ത് സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് പാർട്ട്, ബി ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, വെക്ടേഴ്സ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. സോ വി ആർ മൂവിംഗ് ടു അവർ സിക്സ്ത് ക്വസ്റ്റ്യൻ. Find the equation of the plane. Find the equation of the plane that passes through. Find the equation of the plane that passes through 1, 1, minus 1. Yes. 6, 4, minus 5. Minus 4, minus 2, 3. Find the equations of the plane that passes through 3 points A, 1, 1, minus 1, 6, 4, minus 5, minus 4, minus 2, 3. Okay, ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വെക്ടർ ഇക്വേഷൻ എന്നോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നോ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ യു ഷുഡ് ഗോ ഫോർ കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 1, 2 and 3 അല്ലേ. x1 y1 z1, x2 y2 z2, x3 y3 z3. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് തന്നിട്ട് പ്ലെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ, പ്ലെയിൻ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ബിലോങ്സ് ടു അവർ തേർഡ് കണ്ടീഷൻ അല്ലേ. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കോളിനിയർ പോയിന്റ്സ് അല്ലേ. അപ്പോൾ 3 നോൺ കോളിനിയർ പോയിന്റ്സ് ആണെങ്കിൽ we know how to find the Cartesian equation. അതായത് x minus x1, y minus y1, z minus z1, x2 minus x1, y2 minus y1, z2 minus z1, x3 minus x1, y3 minus y1, z3 minus z1, which will be equal to 0 അല്ലേ. ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടുക. ആൻഡ് ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? r minus a dot b minus a cross c minus a which is equal to 0. ഇതായിരുന്നു ഇതിന്റെ വെക്റ്റർ ഫോം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദിസ് ഡിറ്റർമിനന്റ് കിട്ടുന്നത്. നമ്മളത് സോൾവ് ചെയ്തിട്ടില്ലായിരുന്നു, ഐ എം ജസ്റ്റ് അത് ആ ഇക്വേഷൻ ആണ് തന്നെ തരിക ചെയ്യുന്നത് കേട്ടോ. സോ അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് x minus x1? x1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് അല്ലേ. x minus x1 is 1 അല്ലേ. y minus y1 is 1. z minus z1 is minus 1, so minus of minus and plus 1. Okay, now x2 minus x1, y2 minus y1, z2 minus z1. This is x2, 6 minus 1 is 5, y2 4 minus 1 is 3, minus 5 അല്ലേ. minus 5 minus 1 minus 5 plus 1 is minus 4. Okay, x3 minus x1 എന്ത് വരും? This is x3 y3 z3 അല്ലേ. minus 4 minus 1 minus 5. Okay, now here എത്ര വരും? minus 2 minus 1, minus 2 minus 1 is minus 3. Yes, and അടുത്തത് 3 minus of minus 1 is 4, which is equal to
0. Determinant is equal to 0. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ചെയ്തെന്താണോ ചെയ്യുന്നത്, ഇവിടെ രണ്ട് ഡിറ്റർമിനൻസ് എന്ത് കിട്ടി നമുക്ക്? യെസ്, രണ്ട് റോസ് എന്ത് കിട്ടി? ഐഡന്റിക്കൽ എന്ന് കിട്ടി അല്ലേ? ഒന്നിന്റെ സ്കെയിലർ മൾട്ടിപ്പിൾ അല്ലേ? പിന്നെ ഐഡന്റിക്കൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി 0. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടില്ല? വി കാൻ ഫൈൻഡ് an equation of plane passing through these 3 points. ഓക്കെ, ഈ 3 പോയിന്റ്സും പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? we can't find a particular equation. നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക, എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 3 പോയിന്റ്സ് ചിലപ്പോൾ കൊളീനിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കൊളീനിയർ ആണെങ്കിൽ ഈ പോയിന്റ്സിലൂടെ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് നമുക്ക് വരയ്ക്കാം. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലെയിൻ നമുക്ക് ഈ 3 പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ യു ഷുഡ് റൈറ്റ് ദാറ്റ് എന്താ എഴുതേണ്ടത്? 3 പോയിന്റ്സ് ആർ കൊളീനിയർ. ഈ പോയിന്റ്സ് എന്തായിരിക്കും? കൊളീനിയർ ആണ്. സോ ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദി ഗിവൺ പോയിന്റ്സ്. കേട്ടോ, നമുക്ക് ഇഷ്ടം പോലെ പ്ലെയിൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഈ 3 പോയിന്റിലും പാസ് ചെയ്യുന്നവരെ വരാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലെ സെക്കൻഡ് വൺ പാർട്ട് ബി എന്ന് പറയുന്നത് സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതില് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിലും വൈയിലും സെറ്റിലും നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും കേട്ടോ. അടുത്ത പാർട്ട് ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് we will get a equation. So we go for 7th one. Find the intercepts cut off by the plane. Find the intercepts cut off by the plane. Find the intercepts cut off by the plane. Two x plus y minus z is equal to 5. Okay, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the interceptകൾ കണ്ടുപിടിക്കണം അല്ലേ? interceptകൾ കണ്ടുപിടിക്കണം. So intercept form of a plane നമുക്കറിയാം, that is x by a plus y by b plus z by c, that is equal to 1 അല്ലേ? ഇത് വരണം equal to 1 വരണം. equal to 1 വന്നാൽ എന്താ ഉള്ളൂ? intercept form ആണ്. And this a b and c are called the intercepts അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് മാറ്റണമെങ്കിൽ you need here 1 വരണം അല്ലേ? ഇത് 1 കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? I should divide with 5 അല്ലേ? ഈ ഇക്വേഷൻ ആദ്യം ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ I get yes 2 by 5x y by 5 minus z by 5 which is equal to 1. Okay, here again x by a y by b z by c ആണ്. So okay, ഇത് രണ്ടും okay. Here coefficient എന്ത് വന്നു? 2 by 5 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? x by 5 by 2 എന്ന് മാറ്റി എഴുതാം അല്ലേ? 2 will go outside അല്ലേ? അപ്പോൾ മുകളിലേക്ക് കയറി വരും. Instead of writing 2 by 5 you can write x by 5 by 2 plus y by 5 minus z by 5 is equal to 1. Okay, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇന്റർസെപ്റ്റ്സ് കിട്ടി. ഇന്റർസെപ്റ്റ്സ് ആർ x intercept is 5 by 2, y intercept is 5 അല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് പ്ലസ് മൈനസ് 5 എന്ന് കൊടുക്കാം. പ്രശ്നമുണ്ടോ? പ്ലസ് ഓഫ് മൈനസ് 5 എന്ന് കൊടുത്തോളൂ? ഇല്ല. സോ z intercept is minus 5. Okay, so x intercept a is equal to 5 by 2, b is equal to 5 and c is equal to minus 5. Okay, അപ്പോൾ എവിടെയാണോ ഏത് പോയിന്റിലാണോ എൻ്റെ പ്ലെയിൻസ് കട്ട് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർസെപ്റ്റ്സുകൾ എന്ന് വിളിക്കുക അല്ലേ? Okay, so that was our 7th question. So moving on to 9th question. 9th question എന്താ പറയുന്നത്? Find the equation of the plane. Find the equation of the plane passing through the intersection. Find the equation of the plane passing through the intersection of the planes 3x minus y plus 2z minus 4 is equal to 0 and x plus y plus z minus 2 equal to 0 and the point 2, 2, 1. Okay, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട്.
and the planes are given in Cartesian form. Cartesian ഫോമിലാണ് പ്ലെയിൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഹിയർ ആൻഡ് ഈ രണ്ട് പ്ലെയിൻ്റെയും ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിരുന്നു, ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് ചെയ്തിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ നോർമൽ ഫോമിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് അത് തന്നെയാണ് ഇൻ ഡിഫറെൻറ്റ് മാനർ. ഓക്കെ, ഇപ്പോൾ രണ്ട് പ്ലെയിൻസ് തന്നു ഇൻ കാർട്ടീഷ്യൻ ഫോം. വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് തന്നിരുന്നത്? a1x b1y c1z minus d1 അല്ലേ, പ്ലസ് ലാംഡ ഇൻറ്റു a2x b2y c2z മൈനസ് d2 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയായിരുന്നു നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയത് കാർട്ടീഷ്യൻ ഇക്വേഷൻ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യെസ് 3x മൈനസ് y പ്ലസ് 2z മൈനസ് 4 അല്ലേ, അതല്ലേ പ്ലസ് ലാംഡ ഇൻറ്റു ഇതെന്ത് വരും x പ്ലസ് y പ്ലസ് z മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ കേട്ടോ. നമ്മൾ ആ സെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡെഡ്യൂസ് ചെയ്തിരുന്നത് കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹിയർ 3x ഉണ്ട്, ഹിയർ ലാംഡ എക്സ് അല്ലേ. സോ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3 പ്ലസ് ലാംഡ എക്സ്, 3 പ്ലസ് ലാംഡ എക്സ്. ഇവിടെ മൈനസ് 1ഉം ഇവിടെ ലാംഡയും അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ലാംഡ മൈനസ് 1y. ഹിയർ 2z ആണ്, ഹിയർ ഈസ് 1, പുറത്ത് ലാംഡ ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് 2 പ്ലസ് ലാംഡ z. ആൻഡ് ഹിയർ മൈനസ് 4 പ്ലസ് ഇവിടെ എന്ത് വരും മൈനസ് 2 ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് നമ്മുടെ പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് ലാംഡ. ലാംഡ കൂടിയുണ്ട്. ഇപ്പോൾ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക? പ്ലെയിൻ്റെ ഇക്വേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? വൺസ് യു ആർ ഡൺ വിത്ത് ദി വാല്യൂ ഓഫ് ലാംഡ. ലാംഡയുടെ വാല്യൂ കൂടി കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും. ഫോർ ദാറ്റ് അതിനാണ് നമുക്ക് എന്ത് ഈ 2 2 1 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ 2 2 1 എന്ന പോയിന്റ് എവിടെ കിടക്കുന്നത്? ഈ പ്ലെയിനിന് മുകളിൽ കിടക്കുന്നത് അല്ലേ. സോ ഈ പോയിന്റ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 2 1 എന്നുള്ള പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക 3 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ഇസ് 2 അല്ലേ, പ്ലസ് ലാംഡ മൈനസ് 1 ഇൻറ്റു y ഇസ് അഗൈൻ 2 പ്ലസ് 2 പ്ലസ് ലാംഡ ഇൻറ്റു z എത്രയാണ് 1 ഞാൻ എഴുതുന്നില്ല കേട്ടോ. ആൻഡ് ദിസ് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. എന്നിട്ട് 4 പ്ലസ് 2 ലാംഡ അല്ലേ, മൈനസ് 4 മൈനസ് 2 ലാംഡ അങ്ങോട്ട് പോയി. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 ഇസ് 6 ലാംഡ 2 ലാംഡ മൈനസ് 2 അല്ലേ പ്ലസ് 2 ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 2 ലാംഡ. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. വാട്ട് വി ഗെറ്റ് 2 ലാംഡ പ്ലസ് 2 ലാംഡ ഈസ് 4 ലാംഡ പ്ലസ് ലാംഡ എന്ന് പറയുമ്പോൾ എന്തായി? ഐ ഗെറ്റ് 5 ലാംഡ. ഓക്കെ, ഇവിടെയോ മൈനസ് 2 ക്യാൻസൽ ആവും അല്ലേ. ബാക്കി ആരാണ്? ഹിയർ ഓൺലി 6 പ്ലസ് 5 ലാംഡ ഈസ് ഈക്വൽ ടു 4 പ്ലസ് 2 ലാംഡ. ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ത് കിട്ടും? 3 lambda is equal to you'll get as minus 2, that is lambda is equal to minus 2 by 3. Lambda value I will get as minus 2 by 3 അല്ലേ. ലാംഡയുടെ വാല്യൂ എത്ര കിട്ടി? യെസ്, I got it as minus 2 by 3. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ലാംഡ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിർത്തരുത്. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് അവർ ഇക്വേഷൻ, പ്ലെയിൻ്റെ ഇക്വേഷൻ അല്ലേ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതല്ലേ. a1x b1y c1z minus d1 plus lambda a2x b2y c2z minus d2 equal to 0. That is our standard equation. Okay, so you should substitute the value of lambda here. Lambda value എത്രയാണ്? That is minus 2 by 3 അല്ലേ. അപ്പോൾ minus 2 by 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ minus 2 by 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is the final equation of the intersecting plane. ഓക്കെ, രണ്ട് പ്ലെയിൻ്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലെയിൻ അല്ലേ, ആ പ്ലെയിൻ്റെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഇസ് ദിസ് കേട്ടോ. ഈ ലാംഡ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നിർത്തരുത്, യു ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ 8th question. Sorry, 9th question. Okay, and അടുത്ത 10th question we have done
അതുപോലെ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദിസ് എനിമോർ. കാരണം ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ് തിയറി പറഞ്ഞ സമയത്ത് അതിനുശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. 11th plane is also like this. 11th പ്ലെയിനും ഇതുപോലെ തന്നെയാണ്. സോറി, 11th ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, now for the last question we are going to discuss is find the angle between the planes whose vector equations are r dot 2y plus 2j minus 3k and r dot 3i minus 3j plus 5k is equal to 3. ഓക്കെ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇൻ നോർമൽ ഫോം. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 12, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ 12th ക്വസ്റ്റ്യൻ ആണിത്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ്, എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്. രണ്ട് പ്ലെയിൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു രണ്ട് പ്ലെയിൻസിന് ഇടയിലുള്ള ആംഗിൾ, ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ദി ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ദെയർ നോർമൽസ്. അല്ലേ, അവർ രണ്ടുപേരും നോർമൽസ് n1 and n2, ദിസ് ഈസ് ദെയർ നോർമൽസ്. അല്ലേ, ഈ രണ്ടുപേരും ഉണ്ടാക്കുന്ന ആംഗിളും ഈ രണ്ട് പ്ലെയിൻസ് ഉണ്ടാക്കുന്ന ആംഗിളും വിൽ ബി സെയിം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഇറ്റ് ഈസ് ബെറ്റർ ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ n1 and n2. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് n1 n2 എങ്ങനെ കണ്ടുപിടിക്കുക? n1 dot n2 by modulus of n1 modulus of n2. Okay, so n1 dot n2, what is n1? 2y plus 2j minus 3k. This is n1 dot n2 is 3i minus 3j plus 5k. Like magnitude of n1 ന്റെ magnitude എന്നാ വിളിക്കുക? Yes, 2 square is 4, 2 square again 4 minus 3 square is 9 into root of ഇവിടെ 3 square is 9 minus 3 square 9 5 square 25 അല്ലേ. So here എന്താ ഡോട്ട് പ്രൊഡക്റ്റ് വരിക? 2 into 3 6, 2 into minus 3 minus 6, minus 3 into 5 that is minus 15 അല്ലേ. താഴെ root of 4 plus 4 8, 8 9 17. Here 9 plus 9 18, 18 plus 25 it has 43. So you will get the final answer. Cos theta is equal to 6 minus 6 is 0 ആയി minus 15 അല്ലേ. എത്ര കിട്ടി? We will get the value as 15 by root 17 43 അല്ലേ. root 17 into root 43, that is cos theta is equal to modulus ആണ് അല്ലേ, 15 by root 17 root 43 and theta will be cos inverse of this value. Okay, so this is how നമ്മൾ എങ്ങനെ ആംഗിൾ ബിറ്റ്വീൻ രണ്ട് പ്ലെയിൻസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിനകത്തുള്ളത്. ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ആ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കാരണം വേറെ തെറ്റിപ്പോകാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. യു ഡു ദാറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു 3 dimensional geometry. ആൻഡ് വിത്ത് ദിസ് ചാപ്റ്റർ നമ്മൾ ആ വെക്ടറും 3 dimensional geometry രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഡോണ്ട് കൺസിഡർ ദിസ് ആസ് അനദർ ചാപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പഠിക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുക. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം യു ജസ്റ്റ് ഹാവ് ടു ആ ഒരു ഇക്വേഷൻസ് പഠിക്കുക, അതുപോലെ തന്നെ കണ്ടീഷൻസ് പഠിക്കുക. ഏതൊക്കെ കണ്ടീഷനിലാണ് ഏതൊക്കെ ഇക്വേഷൻസ് കൊടുക്കേണ്ടതെന്ന് പഠിക്കുക കേട്ടോ. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടുത്തെ സ്കോർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക, നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് അധികം ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഇടയ്ക്ക് നോട്ട് ചെയ്ത് വെക്കുക. ലൈൻ ഇക്വേഷൻസ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി, വേറെ ഇക്വേഷൻ കാർട്ടീസിയൻ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബൈ എ വൈ മൈനസ് എ ബൈ ബി. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടത്ത് നോക്കി നോക്കാം അല്ലേ. അങ്ങനെ പെട്ടെന്ന് ഇടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ താനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് അത് കയറിപ്പോകും. ഓക്കെ, സോ ഒരിക്കലും ഈ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഇതിനകത്ത് പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഷുവറായിട്ടുള്ള മാർക്കാണ്. ആ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട താമസമുള്ളൂ, നമുക്ക് ആൻസർ കിട്ടി. ബാക്കി വേറെ ചാപ്റ്ററൊക്കെ നോക്കുന്ന സമയത്ത്
നമുക്ക് വേറെ പ്രോസസ്സൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനൊക്കെ ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷേ ഇവിടെ അതില്ല. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഒറ്റ ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. ആ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്ക് ആൻസറായി ഫുൾ മാർക്ക്. ഓക്കെ, ഇതൊക്കെ കാരണം ഇതൊക്കെ എന്താ പറയുക 3Dയുടെയും വെക്ടറിൻ്റെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ട് വരുന്നത്. സോ ആരും എന്താ പറയുക ഇതിലെ പോർഷൻസ് സ്കിപ്പ് ചെയ്യരുത്. കാര്യമായിട്ട് പഠിക്കുക, മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു.